കുപ്രചരണങ്ങളിൽ താൻ തളരില്ലെന്ന് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. വനവാസിയൂരിലെ ജനങ്ങളുടെ വോട്ട് ചേർക്കാത്തതിലാണ് താൻ പ്രവർത്തകരെ ശാസിച്ചത്. താൻ നടത്തുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയം സംസാരിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു. നാട്ടിക മണ്ഡലത്തിലെ വിവിധയിടങ്ങളിലായി വൻ ജനപങ്കാളിത്തത്തോടെ പ്രചാരണം നടക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. രാവിലെ തൃപ്രയാറപ്പനെ വണങ്ങിയ ശേഷം നാട്ടിക മണ്ഡലത്തിലെ ഓരോ സ്ഥലങ്ങളിലുമായി സുരേഷ് ഗോപിയുടെ പ്രചാരണം പുരോഗമിക്കുകയാണ്. അതിനിടെ കഴിഞ്ഞ ദിവസം കുപ്രചാരണം നടത്തിയവർക്കുള്ള മറുപടിയായിരുന്നു അദ്ദേഹം നൽകിയത്. താൻ പ്രവർത്തകരെ ശാസിച്ചത് വനവാസി ഊരിലെ ജനങ്ങളുടെ വോട്ട് ചേർക്കാത്തതിലാണ്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് വോട്ട് ചേർക്കേണ്ടത് പ്രവർത്തകരുടെ ജോലിയാണ്. വേണ്ടിവന്നാൽ ഇനിയും ശാസിക്കുമെന്നും വക്രം കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആദിവാസികൾ വന്ന് എൻ്റെ പ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് പറയുന്നു, ഞങ്ങളുടെ വോട്ടുകൾ ചേർത്തിട്ടില്ല, 18 വയസ്സ് തികഞ്ഞ കുട്ടികൾക്ക് വോട്ടില്ല. അപ്പോൾ പിന്നെ എൻ്റെ അണികളെ ഞാൻ വഴക്ക് പറയും. അതിനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ എൻ്റെ പാർട്ടി വർക്കേഴ്സിനെയാണ്, അവരെ തലോടാനും അവരെ വഴക്ക് പറയാനുമുള്ള അവകാശം എനിക്കുണ്ട്. അത് ചില ഉദ്ദേശത്തോടെ അത് ആവശ്യമില്ല. ഈ വക്രം കൊണ്ടൊന്നും ജനങ്ങളെ ഇനി കബളിപ്പിക്കാനൊക്കത്തില്ല. നിങ്ങൾ മോദി എന്ന് പറഞ്ഞ മനുഷ്യനെ എന്തെല്ലാം പറഞ്ഞു, ലോകത്തിൻ്റെ നെറുകയിൽ കൊണ്ടുചെന്ന് ഭാരതത്തെ നാട്ടിയ അത് തന്നെ നിങ്ങൾ എത്രത്തോളം അവഹേളിക്കുമോ അത്രത്തോളം ഞങ്ങൾ ഉയർക്കും. റിസറക്ഷൻ, വി വിൽ റൈസ്. അത് കേട്ടുനിന്ന പ്രവർത്തകർ ഒരേ സ്വരത്തിൽ പറഞ്ഞത് സുരേഷ് ഏട്ടന്റെ വാക്കുകൾ ബൂത്ത് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ തങ്ങൾക്ക് ആവേശം നൽകുന്നതാണെന്നാണ്. തൃശ്ശൂരിന്റെ മണ്ണ് സുരേഷ് ഏട്ടന് കൊടുത്തിരിക്കും. നാട്ടിക മണ്ഡലത്തിലെ കോളനികളിലും പാലപ്പെട്ടി ക്ഷേത്രത്തിലും വലപ്പാട് പള്ളിയിലുമൊക്കെ എത്തിയപ്പോൾ ജനസഞ്ചയമാണ് അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കിയത്. ആരും ശത്രുക്കളല്ല, എല്ലാവരും സ്ഥാനാർത്ഥികളാണെന്നും താൻ സംസാരിക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ നടക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയം സംസാരിക്കാനാണ്. ഞാൻ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകാൻ, അവർക്കൊരു വിശ്വാസം, ഒരു ഉറപ്പ് നൽകാൻ, ആ ഉറപ്പിന്റെ പുറത്ത് അവരെന്നെ ഒരു സ്ഥാനത്ത് കൊണ്ടുവന്ന് ഇരുത്തിയാൽ ചെയ്യേണ്ടതായ ജോലി ചെയ്യും. അതാരൊക്കെ ചെയ്തില്ല, എന്തൊക്കെ ഞങ്ങൾക്ക് ചെയ്യാനായി, ഞങ്ങളുടെ നേതാവിന്, ഇതാണ് ചർച്ച. എല്ലാവരും സ്ഥാനാർത്ഥികളാണ്, അത്രയുള്ളൂ. പ്രചാരണ രംഗത്ത് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച് മുന്നേറുകയാണ് സുരേഷ് ഗോപി. വിജയത്തേരിലേറുന്ന വികസന നായകനെ വരവേൽക്കാൻ ഓരോ മണ്ഡലത്തിലും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് തൃശൂരിലെ ജനങ്ങളും. ജനം, തൃശൂർ.